Assalamu alaikum wa rahmatullah. Welcome back to my channel. Let's learn together. مرحبا بكم يا أحبائي. كيف الحال? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഇതുവരെ 2ാം ക്ലാസ്സിലെ 4th യൂണിറ്റ് കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 4th യൂണിറ്റിൻ്റെ വർക്ക് ബുക്കാണ്. ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് വർക്ക് ബുക്ക് നോക്കാം. ഏതൊക്കെ പാഠങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിച്ചത്? അത്തൊയ്റുൽ ഹനൂൻ, നല്ല സ്നേഹമുള്ള വാത്സല്യമുള്ള പക്ഷി. ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? അന മഅക, ഞാൻ നിന്നോടൊപ്പമുണ്ട്. ഒരു ഖുറാബിൻ്റെയും ബൂഖീറിൻ്റെയും കഥയായിരുന്നല്ലേ? രണ്ടാമത്തേതിലോ? അമാമത്തെ ജുവീഫ്, ഖുറാബ് ബൂഖീറിനെ അവിടുന്ന് സംരക്ഷിക്കുന്ന കഥയായിരുന്നല്ലേ? മൂന്നാമത്തേതോ? യാ ഹബീബി എന്നൊരു നല്ല കവിതയായിരുന്നല്ലേ? നമ്മൾ പാടി പഠിച്ചതാണ്. പക്ഷികളെ നമ്മൾ എന്താക്കണം, അവയെ പറന്നു വിടണം, പറക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നല്ല കവിതയായിരുന്നല്ലേ? ഇനി നമുക്ക് വർക്ക് ബുക്കിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ഇനി ഇവിടെ തന്ന ചിത്രം നോക്കിക്കേ. നുക്മിൽ ബിൽ അൽ മനക്ര. നമ്മൾ ഈ കോളമെല്ലാം അലിഫ്ലാമ് വെച്ച് കംപ്ലീറ്റ് ആക്കണം, എന്നിട്ട് വായിച്ചു നോക്കണം. ആദ്യത്തെ ഉദാഹരണം നോക്കിക്കേ. കലമുൻ അൽ കലമു. ഇനി നമ്മൾ രണ്ടാമത്തെ നോക്കാൻ പോവാണ്. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? ബാഗാണല്ലേ? ഹഖീബത്തുൻ അൽ ഹഖീബത്തു. പിന്നെയോ? കൽബുൻ അൽ കൽബു. മൗസുൻ അൽ മൗസു. പിന്നെ അടുത്ത ചിത്രം എന്താണ്? ബിർക്കത്തുനാണല്ലേ? ബിർക്കത്തുൻ എന്ന് വെച്ചാൽ കുളം. ബിർക്കത്തുൻ അൽ ബിർക്കത്തു. പിന്നെയോ? റോസാപ്പൂവാണ്. റോസാപ്പൂവിന് നമ്മൾ എന്താ പഠിച്ചത്? വർദുൻ അൽ വർദു. പിന്നെയോ? ഫീലുൻ അൽ ഫീലു. ലാസ്റ്റത്തെ ഖിയാറുൻ അൽ ഖിയാറു. അടുത്തത് നോക്കിക്കേ. ഖുറാബുൻ അൽ ഖുറാബു. അലമുൻ അൽ അലമു. ഉദുനുൻ അൽ ഉദുനു. യദുൻ അൽ യദു. ഫറാഷുൻ അൽ ഫറാഷു. ജായിസത്തുൻ അൽ ജായിസത്തു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ? തൻവീൻ ലൊമ്മ കൊണ്ട് അവസാനിച്ചതാണ് ആദ്യത്തെ ഭാഗത്തെ വാക്കുകൾ. ഖുറാബുൻ, അലമുൻ, ഉദുനുൻ, യദുൻ, ഫറാഷുൻ, ജായിസത്തുൻ. എന്നാൽ നിങ്ങൾ രണ്ടാമത്തെ ഭാഗം നോക്കിക്കേ. അവിടെ എത്തുമ്പോൾ നമ്മൾ അലിഫ്ലാമ് കൊടുത്തപ്പോൾ നമ്മൾ ആ തെൻവീൻ ലൊമ്മയിൽ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വായിച്ചത്? അൽ ഖുറാബു. ആദ്യത്തെ കോളത്തിൽ ഖുറാബുൻ എന്ന് വായിച്ചപ്പോൾ രണ്ടാമത്തെ കോളത്തിൽ അൽ ഖുറാബു. പിന്നെയോ? അടുത്ത ചിത്രത്തിൽ എന്താണ്? ഇന്ത്യൻ ഫ്ലാഗ് ആണല്ലേ? അലമുൻ അൽ അലമു. പിന്നെയോ? ചെവിയാണല്ലേ മൂന്നാമത്തേതിൽ? ഉദനുൻ അൽ ഉദനു. അങ്ങനെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ അലിഫ്ലാം ഇടാതെ എഴുതുമ്പോഴാണ് വാക്കിൻ്റെ അവസാനത്തിൽ തെൻവീൻ ലൊമ്മ നൽകുക. പക്ഷെ നമ്മൾ അലിഫ്ലാം ഇട്ട് എഴുതുമ്പോൾ നമ്മൾ തെൻവീൻ ലൊമ്മ നൽകില്ല, ഒരു ലൊമ്മ മാത്രമേ നൽകുള്ളൂ. എല്ലാവർക്കും ഇത് മനസ്സിലായില്ലേ? എല്ലാവരും ഈ വാക്കുകളൊക്കെ നന്നായി വായിച്ചു പഠിക്കണേ. ഇപ്പം നമ്മൾ എഴുതി പഠിച്ചതെല്ലാം അൽ അൽ എന്നെഴുതിയ വാക്കുകളാണല്ലേ? അപ്പോൾ ഇത് ഏതാണ്? ലാമുൽ ഖമരിയാണോ ലാമുൽ ഷംസിയാണോ? നമ്മൾ അൽ എന്ന് സുക്കൂനിട്ട് വായിച്ചതിനെ ലാമുൽ ഖമരിയ എന്നാണ് പറയുക. അപ്പം നമ്മൾ ഈ പേജ് ഫുള്ള് ലാമുൽ ഖമരിയാണല്ലേ പഠിച്ചത്. ഇനി നമുക്ക് നോക്കാം അടുത്ത പേജിൽ ഏത് ലാമാണെന്ന്. ഈ ഉദാഹരണം നോക്കിക്കേ. ഒന്നാമത്തെ ചിത്രത്തിൽ ആരാണ്? തുഫാഹുൻ അത്തുഫാഹു. തുഫാഹുൻ എന്ന് വെച്ചാൽ ആപ്പിൾ, അത്തുഫാഹു. അപ്പോൾ ഇത് ഏത് ലാമാണ്? ലാമു ഷംസിയ. നമ്മൾ സൺ ലെറ്റേഴ്സും മൂൺ ലെറ്റേഴ്സും ഒക്കെ പഠിച്ചതാണല്ലേ? എങ്കിൽ ഇവിടെ നോക്കിയിട്ട് എല്ലാവരും ഇത് കംപ്ലീറ്റ് ആക്കാൻ ട്രൈ ചെയ്തേ. രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ്? സണ്ണാണല്ലേ? സണ്ണിന് നമ്മൾ എന്താണ് പറയുക? ഷംസുൻ അഷംസു. ഷംസുൻ അഷംസുൻ. അടുത്ത ചിത്രത്തിൽ എന്താണ്? ചെണ്ടയാണല്ലേ? ചെണ്ടയ്ക്ക് നമ്മൾ തൊബുലുൻ എന്നാണ് പറയുക. തൊബുലുൻ അത്തൊബുലു. പിന്നെയോ? പുഴുവിന് എന്താ പറയുക? ദൂതത്തുൻ അദ്ദൂദത്തു.
കൊക്കിന് എന്താണ് പറയുക എന്നുള്ളത് എല്ലാവരും ഒന്ന് കണ്ടെത്തി എഴുതിക്കേ. ഇനി അടുത്ത ചിത്രത്തിൽ ആരാണ്? ടൈഗർ ആണല്ലേ. നെമിറുൻ അന്നെമിറു. പിന്നെ കോഴിക്കുഞ്ഞാണല്ലേ. സൂസുൻ അസൂസു. അടുത്ത ചിത്രത്തിൽ ആരാണ്? സമക്കുൻ അസമക്കു. ഇപ്പം നിങ്ങൾക്ക് ലാം ഷംസിയയും കമരിയയും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ലാമുൽ കമരിയ ആണെങ്കിൽ നമ്മൾ അൽ എന്ന് തന്നെ വായിക്കും. ലാമു ഷംസിയാണെങ്കിൽ ലാമു വായിക്കാതെ അസമക്കു, ആ രീതിയിൽ ലാമിനെ നമ്മൾ വായിക്കില്ല. അടുത്ത ചിത്രം നോക്കിക്കേ. ആരാണ് അടുത്ത ചിത്രത്തിൽ? തവളയാണല്ലേ. അല്ലിഫ്ദിയോൻ അല്ലിഫ്ദിയോ. പിന്നെയോ കാലിന് നമ്മൾ എന്താ പറയുക? റിജിലുൻ അരിജിലു. അടുത്ത ചിത്രത്തിൽ ആരാണ്? ജിറാഫ് ആണല്ലേ. ജിറാഫിനെ നമ്മൾ സിറാഫത്തുൻ അസറാഫത്തു. പിന്നെയോ ലൊബിയുൻ അല്ലൊബിയു. സൂമുൻ അസൂമു. മയിലിന് നമ്മൾ എന്താണ് പറയുക? ത്വാഊസുൻ അത്വാഊസു. ഇനി എല്ലാവരും അടുത്ത പേജ് എടുത്തേ. നുലാഹിലു വനഖ്റഉ. നമുക്ക് നോക്കാം, വായിക്കാം. ഇവിടെ ഏതക്ഷരമാണ് നൽകിയത്? ത്വാ ലോദ്. ത്വാ വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ ഒന്ന് വായിച്ചേ. ത്വബുലുൻ ബത്തുനുൻ കൊയ്ത്തുൻ സൗത്തുൻ. എങ്കിൽ എല്ലാവരും ഇതൊന്ന് എഴുതി നോക്കിക്കേ. ലുഫ്റുൻ ബത്തുനുൻ മത്അമുൻ മഹ്ഫൂലുൻ. താഴെ നിന്ന് മേലോട്ട് എല്ലാവരും എഴുതി പഠിക്കുക. ഇനി അടുത്ത വർക്ക് എന്താണ്? നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചിട്ടുണ്ടല്ലേ. നുക്മിലു കംപ്ലീറ്റ് ആക്കാനാണ്. ഫൗക്ക എന്ന് വെച്ചാൽ മേലെ, തെഹ്ത താഴെ, അമാമ മുന്നിൽ, വറാഅ ബാക്കിൽ. അപ്പം നമുക്ക് ഈ ചിത്രം നോക്കിയിട്ട് എഴുതിയാലോ. അത്തൊയ്യാറത്തു ഡാഷ് അൽബൈത്തി. ഫ്ലൈറ്റ് എവിടെയാണ്? ഫ്ലൈറ്റ് എവിടെ കൂടെയാണ് പറക്കുന്നത്? എല്ലാവരും പറഞ്ഞേ. വീടിൻ്റെ മേലെ കൂടെയാണല്ലേ. അപ്പം മേലെ എന്നുള്ളതിന് നമ്മൾ എന്താണ് പഠിച്ചത്? അപ്പ് എന്നതിന്. വെരി ഗുഡ്, ഫൗക്ക. എങ്കിൽ എല്ലാവരും ഇവിടെ ഫൗക്ക എന്ന് എഴുതിക്കേ. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ. അസയ്യാറത്തു. കാർ എവിടെയാണ്? ഡാഷ് അഷാഹിന. മുന്നേ പോകുന്ന ലോറിയുടെ ബാക്കിലാണല്ലേ കാറ്. അപ്പം നമ്മൾ എന്താണ് ബാക്ക് എന്നുള്ളതിന് പറയുക? വറാ. എങ്കിൽ എല്ലാവരും വറാ എന്നെടുത്ത് ഇവിടെ ഫൗക്ക എന്ന് വെച്ചാൽ അപ്പ് മേലെ, വറാ എന്ന് വെച്ചാൽ ബാക്കിൽ പിറകിൽ ബിഹൈൻഡ്. ഇനി നമുക്ക് അടുത്ത് നോക്കിയാലോ. അടുത്ത ചിത്രം നോക്കിക്കേ എല്ലാവരും. അല്ലഫ്ദഉ ഡാഷ് അൽഫുത്രി. ഇവിടെ എന്താണ് വരിക? ആ കൂണിൻ്റെ അടിയിലാണല്ലേ അല്ലഫ്ദ ഉള്ളത്. അപ്പം നമ്മളെങ്ങനെ പറയും? തെഹ്ത. താഴെ എന്നതിന് തെഹ്ത. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ. അൽ വലതു ഡാഷ് അൽ ബൈത്തി. ഈ ബോയ് എവിടെയാണ് നിൽക്കുന്നത്? വീടിൻ്റെ മുൻപിലാണോ ബാക്കിലാണോ? വീടിൻ്റെ മുൻപിലാണല്ലേ. എങ്കിൽ നമ്മൾ മുൻപിൽ എന്നുള്ളതിന് എന്താണ് പറയുക? അമാമ. എല്ലാവരും അതെടുത്ത് എഴുതിക്കേ. എല്ലാവർക്കും ഈ വാക്കും അതിൻ്റെ അർത്ഥവും മനസ്സിലായില്ലേ? അമാമ മുന്നിൽ, വറാഅ ബാക്കിൽ, ഫൗക്ക മേലെ, തഹ്ത താഴെ. ഇനി അടുത്തത് എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? നുലാഹിലു വനഖ്റഉ. ഏതാണ് ഇവിടെ നൽകിയ ആൽഫബറ്റ്? താ ആണല്ലേ. തൈസുൻ, കിതാബുൻ, ബിൻതുൻ, തൂത്തുൻ. ഇനി താഴെ നമുക്ക് എഴുതാനുള്ള വാക്ക് ഏതാണ്? തെമ്രുൻ, ബുസ്താനുൻ, ബൈത്തുൻ, ഹൂത്തുൻ. എങ്കിൽ എല്ലാവരും താഴെ നിന്ന് മേലോട്ട് ഇത് എഴുതി നോക്കിക്കേ. അടുത്ത അക്ഷരം ഏതാണ്? ഇതും താ തന്നെയാണ്. പക്ഷേ ഈ താ എഴുതുന്നതിൽ ഡിഫറൻസ് ഉണ്ടല്ലേ. എങ്കിൽ നമുക്ക് ഈ വാക്കുകൾ വായിച്ചു നോക്കാം. ഫറാഷത്തുൻ, ഖത്രത്തുൻ. എല്ലാവരും എൻ്റെ കൂടെ വായിച്ചേ. ഫറാഷത്തുൻ, ഖത്രത്തുൻ. എങ്കിൽ നമുക്ക് അടുത്ത വാക്കുകൾ എഴുതി പഠിച്ചാലോ. ദർറാജത്തുൻ, ജറത്തുൻ, പിന്നെ ഫുർഷത്തുൻ. എങ്കിൽ എല്ലാവരും ഈ വാക്കൊന്ന് എഴുതി പഠിച്ചേ. താഴെ നിന്ന് മേലോട്ട് എഴുതണം. അടുത്ത ആൽഫബറ്റ് ഏതാണ്? ലാം ആണല്ലേ. ലബനുൻ, ഫുൽഫുലുൻ,
അസലുൻ മൻസിലുൻ. ഇനി നമുക്ക് താഴെയുള്ളത് വായിച്ചാലോ. ലഹ്മുൻ സുല്ലമുൻ ലൈലുൻ ബുർത്തഖാലുൻ. എങ്കിൽ എല്ലാവരും താഴെ നിന്ന് മേലോട്ട് ഈ വാക്ക് വായിച്ച് എഴുതി പഠിക്കണം കേട്ടല്ലോ. വെറുതെ എഴുതിയതുകൊണ്ട് കാര്യമായില്ല, എല്ലാവരും വായിച്ചെഴുതണം. ഇനി അടുത്ത ചിത്രത്തിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്. നഖ്റഉൽ ഖിസ്സത വനുറത്തിബു. ഈ കഥ വായിച്ച് അതിനെ ഓർഡറിൽ എഴുതാനാണ്. എങ്കിൽ നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തേത് താറത്തിൽ ഉമ്മു വൽ അഫ്രാഹു മൽ ഖുറാബി. പക്ഷിക്കുഞ്ഞും അതിൻ്റെ ഉമ്മയും കൂടെ കാക്കയുടെ കൂടെ പറന്നു. അതായിരിക്കുമോ ഒന്നാമത് വരാ? അല്ലല്ലേ, ചിത്രം നോക്കിക്കൊണ്ട് വേണം നിങ്ങൾ പറയാൻ. 2 ഖറജത്തിൽ അഫ്രാഹു മഅൽ ഉമ്മി. ഉമ്മയോടൊപ്പം പക്ഷിക്കുഞ്ഞും പുറപ്പെട്ടു. പിന്നെ മൂന്നാമത്തത് എന്താണ്. അത്അമൽ ഖുറാബുൽ ബൂഖീറ. ബൂഖീറിന് ഖുറാബ് ഭക്ഷണം നൽകി. കസ്സറൽ ഖുറാബു ഫുതഹത തജ്വീഫി. ഖുറാബ് പൊത്തിൻ്റെ മുൻഭാഗം പൊളിച്ചല്ലേ. അപ്പോൾ ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? അതിനനുസരിച്ച് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഒന്നാമത്തെ ചിത്രം എന്താണ്. അത്അമൽ ഖുറാബു അൽ ബൂഖീറ. കാക്ക ബൂഖീറിന് ഭക്ഷണം നൽകുന്നതാണല്ലേ. രണ്ടാമത്തേതോ കസ്സറൽ ഖുറാബു ഫതഹത തജ്വീഫ്. കാക്ക സഹായിക്കുകയാണല്ലേ, അവരുടെ പൊത്ത് പൊളിച്ചു കൊടുത്ത് സഹായിക്കുകയാണല്ലേ. ഇനി മൂന്നാമത്തേതോ. എന്താണ്. ഖറജത്തിൽ അഫ്രാഹു മഅൽ ഉമ്മി. അങ്ങനെ കുഞ്ഞും ബൂഖീറും കൂടെ പൊത്തിന് പുറത്തേക്ക് വന്നതാണല്ലേ. നാലാമത്തേതോ ത്വാറത്തിൽ ഉമ്മു വൽ അഫ്രാഹു മഅൽ ഖുറാബി. ഖുറാബിൻ്റെ കൂടെ ബൂഖീറും കുട്ടിയും പറന്നു പോകുന്നതാണല്ലേ ചിത്രത്തിൽ കാണുന്നത്. എങ്കിൽ എല്ലാവരും ഇത് ഫില്ല് ചെയ്തേ. എല്ലാവരും ചിത്രത്തിന് അനുയോജ്യമായ വാക്യങ്ങൾ എടുത്തെഴുതണേ. എല്ലാവർക്കും ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായില്ലേ? എങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗവുമായി കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും എല്ലാവരും എടുത്ത ഭാഗങ്ങൾ നന്നായി പഠിച്ച് പ്രാക്ടീസ് ചെയ്യുക. അതുവരേക്കും എല്ലാവർക്കും ബൈ. എല്ലാവരും നന്നായി പഠിക്കുക.